യാഥാർത്ഥ്യങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രിയങ്കരനായിട്ടുള്ള കൗൺസിലർമാർ ഇവിടെ എടുത്തു കാട്ടിക്കൊണ്ട് സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ പൊതുസമൂഹത്തിന് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ കാലം കൊണ്ട് നടക്കുന്ന മേയറുടെ നേതൃത്വത്തിൽ നടക്കുന്ന പാർട്ടിക്ക് വേണ്ടി നടക്കുന്ന അഴിമതികൾ, ഈ കോർപ്പറേഷൻ എന്ന ഈ പരിപാവനമായിട്ടുള്ള ഈ കോർപ്പറേഷനെ പണമുണ്ടാക്കുന്ന കറുവപ്പശുവായി മാറ്റിയിരിക്കുന്നു LDFിൻ്റെ ഭരണസമിതി. ഈ 4.5 വർഷക്കാലം ഈ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്ന ഈ പുണ്യമായ നഗരത്തിന്, പൈതൃകമുള്ള ഈ നഗരത്തിന് അഴിമതിയിലെ കൂത്തരക്കായി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് 100% ഉത്തരവാദി CPM ആണ്, CPMൻ്റെ സഖാക്കന്മാരാണ് എന്നിവിടെ ഉറക്കെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്താണ് പാർട്ടി ഫണ്ടിലേക്ക് സ്വന്തം കീശ വേർപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമായി, ഒരു സ്വകാര്യ സ്ഥാപനമായി CPM കോർപ്പറേഷനെ മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ അവസാനം വരുന്ന കാര്യം എന്താ? അനധികൃത നിയമനം. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു അനധികൃത നിയമനത്തിന് വേണ്ടി മേയർ സഖാവ് ആനാവൂർ നാപ്പർ എഴുതിയത്, സഖാവേ ഇവിടെ 180ഓളം വരുന്ന ആൾക്കാരെ എടുക്കാനുണ്ട്, CPMൻ്റെ ജില്ലാ കമ്മിറ്റി ലിസ്റ്റ് തരണമെന്ന് ഓപ്പണായിട്ട് ലെറ്റർ പേഡിൽ, മേയറുടെ ലെറ്റർ പേഡിൽ മനസ്സിലാക്കണം, ഔദ്യോഗികമായിട്ടുള്ള മേയറുടെ ലെറ്റർ പേഡിൽ സഖാവേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ലിസ്റ്റ് ചോദിച്ചുകൊണ്ടൊരു കത്ത് പുറത്തു വന്നു. ആ കത്തിന്റെ പേരിൽ ഒരു അന്വേഷണങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞു. അന്വേഷണം പോലീസ് സ്റ്റോപ്പ്. വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക, സ്കീം പ്രതിസന്ധിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രാജിവെക്കുക, സർവകലാശാലകളിൽ സ്ഥിരം VCമാരെ നിയമിക്കുക, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട്ടെ DDE ഓഫീസിലേക്ക് ABVP മാർച്ച് നടത്തുകയാണ്. വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഇപ്പം ചേരും. അനഘ, പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങൾ. സംരക്ഷിക്കുക, അതുപോലെ കിം പ്രതിസന്ധി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രാജിവെക്കുക, സർവകലാശാലകളിൽ സ്ഥിരം VCമാരെ നിയമിക്കുക, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ABVPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ പ്രതിഷേധിച്ച ABVP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ പ്രവർത്തകർ റോഡിലിരുന്ന് ഉപരോധിക്കുകയാണ്. പ്രവർത്തകരെ പോലീസ് എത്തി ബലം പ്രയോഗിച്ച് പിടിച്ച് മാറ്റുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിലുള്ള സംഘർഷമുണ്ട്. പോലീസ് പ്രവർത്തകരെ വലിച്ചിഴച്ച് ഈ പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. റോഡിലിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷ അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കൃഷ്ണരാജ്, നിലവിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് പിടിച്ച് മാറ്റുകയാണ്. ഇവിടെ കോഴിക്കോട് DDE ഓഫീസിന് മുന്നിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ഈ റോഡിലിരുന്ന് പ്രതിഷേധിച്ച
ABVP പ്രവർത്തകരെ സ്ത്രീകളടക്കമുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് വാഹനത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. അപ്പോഴും വീര്യം ചോരാതെ ഈ പ്രതിഷേധത്തിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, അതായത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന അനീതിക്കും അക്രമത്തിനുമെതിരെ കുത്തഴിഞ്ഞ അവസ്ഥക്കെതിരെയാണ് ABVPയുടെ നേതൃത്വത്തിൽ ഇനി പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷമാണ്. റോഡിലിരുന്ന് സ്ത്രീകളടക്കമുള്ള ABVP പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നുണ്ട്. ഇവരെ പിടിച്ചു മാറ്റുന്നതിന് ഇവിടെ വനിതാ പോലീസ് വരില്ല എന്നാവുന്നവർ മാത്രമാണ് ഉള്ളത് എന്നതാണ്. ഈ വനിതാ പ്രവർത്തകരെ പിടിച്ച് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പക്ഷെ പ്രവർത്തകർ, റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ ലാത്തിയും മറ്റും ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് ഒരു രീതിയിലുള്ള ദാക്ഷിണ്യവും ഇല്ലാതെ പോലീസ് വലിച്ച് ഈ വാഹനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പ്രവർത്തകർ ഇപ്പോഴും ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡിൽ ഇരിക്കുന്നുണ്ട്. ഈ പ്രതിഷേധക്കാർ ABVP പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയാണ്. ഈ ABVP പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിയും മറ്റുമൊക്കെ ഉപയോഗിച്ച് അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം പോലും ഇവിടെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും ഈ പ്രവർത്തകർ പോലീസിന് മുന്നിൽ അടി പതറാതെ ഇവിടെ റോഡിലിരുന്ന് പ്രതിഷേധം, തങ്ങളുടെ അമർഷം, വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിഷേധക്കാർ ഇവിടെ ഇരുന്ന് ABVP പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. പോലീസ് ABVP പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് വലിച്ചിഴക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ABVP പ്രവർത്തകനായിട്ടുള്ള യദുവിനെയാണ് പോലീസ് ഇപ്പോൾ നമ്മളെ ദൃശ്യങ്ങളിൽ കാണുന്നത്. യദുവിനെയാണ് പോലീസ് വാഹനത്തിലേക്ക് ഈ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഒരു രീതിയിലും വാഹനത്തിലേക്ക് പോലീസ് ഈ രീതിയിലുള്ള ഒരു അതിക്രമമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിച്ച് കൊണ്ടിരിക്കുകയാണ്. ഈ പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ പ്രതിഷേധിച്ച ABVP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൃഷ്ണദാസ്, ഇപ്പോൾ ഈ പ്രതിഷേധിച്ച ABVP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു, റോഡിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അവരുമായി പോലീസ് വാഹനം പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധി ഒക്കെ ചൂണ്ടിക്കാണിച്ച് വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക, പ്രതിസന്ധിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവിടെ ABVP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്.